അവസരമുണ്ട്. പിന്നെ പ്രൊഫഷണൽ വർക്ക് എൻവയോൺമെന്റ് കിട്ടും. 4 വർഷം പഠനം കഴിഞ്ഞാൽ എഞ്ചിനീയർ സ്വാഭാവികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ ജോലി ആയി കണക്കാക്കുന്ന മേഖലയാണ്. ലോകത്തെമ്പാടും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു മേഖല കൂടിയാണ്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഒരു അക്കാഡമിക് ക്രെഡൻഷ്യലാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ത്യയിലെ എഞ്ചിനീയർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് നല്ല സ്റ്റാർട്ടപ്സിലേക്ക് പോവാം, അങ്ങനെ പോവാം. ഹയർ സ്റ്റഡി ഓപ്ഷൻസ് എമ്പാടുമുണ്ട്. മാനേജ്മെന്റിലേക്ക് പോകാനും അതല്ലെങ്കിൽ എനി ഡിഗ്രിക്കാർക്ക് പറ്റിയ കോഴ്സുകൾ പഠിക്കാനും ഒക്കെ അവസരം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്ഷനാണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ സാധാരണ ഇതിൽ എഞ്ചിനീയറിംഗിൽ പോകണമെങ്കിൽ എല്ലാവരും പോകേണ്ട കോഴ്സ് അല്ല എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് പോകേണ്ട ചില സ്കിൽ സെറ്റ് ആവശ്യമുണ്ട്. നല്ല ഫിസിക്സിലും മാത്തമാറ്റിക്സിലും നല്ല ഇൻട്രസ്റ്റും ഒരു കോമ്പിറ്റൻസും ഉണ്ടാവേണ്ടതുണ്ട്. ഫിസിക്സും മാത്തമാറ്റിക്സും നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് എഞ്ചിനീയറിംഗിൽ കൂടുതൽ തിളങ്ങുന്ന കഴിയുക. പഠന ഭാഗങ്ങൾ ലളിതമായി പഠിക്കാനും അത് നമ്മുടെ കരിയറിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ കഴിയാം. ഫിസിക്സും മാത്തമാറ്റിക്സിലും ബേസ് ഉള്ളവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നല്ല അനാലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണം. അതുപോലെ ലോജിക്കൽ തിങ്കിങ് എഞ്ചിനീയറിംഗിൽ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. ഡീറ്റെയിലേക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിലിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്കാണ് എഞ്ചിനീയർ ആസ് എ കരിയർ ഉപകാരപ്പെടും. അതുപോലെ ക്രിയേറ്റിവിറ്റി പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ എഞ്ചിനീയേഴ്സും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് എൻകേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മ്യൂസിക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അവരുടെ പ്രോബ്ലം സോൾവർ ആണ് യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോബ്ലം സോൾവർ. ദർ വിൽ ബി ഹൺഡ്രഡ്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഈ വിൽ ഫേസ് മെനി 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 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. സോ ഹൗ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി ഹി സോൾവ്സ് ദ പ്രോബ്ലം, ദാറ്റ് ഈസ് ദ സക്സസ് മന്ത്ര. അങ്ങനെ ഫലപ്രദമായി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സ്വീകരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് എഫക്റ്റീവായി നമ്മുടെ പ്രൊഫഷൻ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അയാൾ ഒരു ഗുഡ് എഞ്ചിനീയർ ആവുന്നത്. അങ്ങനെയുള്ള ടീം പ്ലെയർ ആയ അല്ലെങ്കിൽ നല്ല പ്രോബ്ലം സോൾവർ ആയ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ലോജിക്കൽ തിങ്കിങ് ഉള്ള അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ് എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ആളുകൾക്കാണ് അത് കൂടുതൽ തിളങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. കാരണം അദ്ദേഹം വിവിധങ്ങളായ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളാണ്. ഡിഫറെന്റ് ഡിസിപ്ലിൻ അതുപോലെ ഡിഫറെന്റ് പ്രൊഫൈലിലുള്ള എഫിഷ്യന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയാളുടെ പ്രൊഫഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എഞ്ചിനീയറിംഗ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. രാജ്യത്തിന് അകത്തും പുറത്തും വിവിധങ്ങളായ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതുപോലെ വളരെ ബ്രീഫായിട്ട് ധാരണ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് ഒരുപാട് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പൊ IIT-കളും NIT-കളും ഇതുപോലുള്ള പ്രധാനപ്പെട്ട IIIT-കൾ, അതുപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇങ്ങനെയുള്ള ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, PKM എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതുപോലെ ക്യുസെറ്റ് കൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സെക്ടറിലും എയ്ഡഡ് സെക്ടറിലുമായി കുറെ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതുപോലെ സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അങ്ങനെയുണ്ട്. അതല്ലാതെ പൂർണ്ണമായും പ്രൈവറ്റ് ആയ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പൊ പഞ്ചാബില് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അമൃത യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ട്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈവൻ ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ആളുകൾ എമ്പാടും ഉണ്ട്. ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് സാന്ദർഭികമായിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വിവിധങ്ങളായ പരീക്ഷകൾ വഴിയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ അഡ്മിഷൻ എടുക്കുക. ഇപ്പൊ JEE മെയിൻ നമ്മൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യാൻ പോകുന്നത് JEE മെയിനെ കുറിച്ചാണ്. JEE മെയിൻ വഴിയാണ് നമ്മുടെ നാട്ടിലെ NIT-കളിലേക്കും IIT-യിലേക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടേക്കും അഡ്മിഷന് JEE മെയിൻ ആണ് മാനദണ്ഡം. പിന്നെ JEE മെയിനിന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ് JEE അഡ്വാൻസിലേക്ക് പോവുക. JEE ക്വാളിഫൈ ചെയ്ത 2,50,000 250,000 ആളുകളാണ് JEE അഡ്വാൻസ് എഴുതാൻ എലിജിബിൾ പോകും. JEE അഡ്വാൻസ് വഴിയാണ് നമുക്കറിയുന്ന
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്ത്. ഇങ്ങനെയുള്ള കുറെ സ്ഥാപനങ്ങൾ നമുക്ക് അഡ്വാൻസ് വഴി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്നൊരു എൻട്രൻസ് പരീക്ഷയുണ്ട്. ഈ എൻട്രൻസ് വഴിയാണ് കേരളത്തിലെ ഗവൺമെന്റും പ്രൈവറ്റും അതുപോലെ സെൽഫ് ഫൈനാൻസിങ് ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അഡ്മിഷന് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. അതുപോലെ ക്യുസാറ്റ് കാറ്റ് എക്സാം ഉണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ബിറ്റ്സാറ്റ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഉണ്ട്. അതുപോലെ IMUന്റെ പരീക്ഷ ഉണ്ട്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഉണ്ട്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വഴി നമുക്ക് പോകാൻ പറ്റും. അതുപോലെ CUT-UG സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന CUT വഴി കുറെ കോളേജസിലേക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഉണ്ട്. പിന്നെ നാറ്റ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ തന്നെ ആർക്കിടെക്ചർ പഠനത്തിന് BArch പഠനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു എൻട്രൻസ് ആണ് നാറ്റ. IIT-കളിലും NIT-കളിലും ഒഴികെയുള്ള കോളേജസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ നാറ്റ് വഴിയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത്. അതുപോലെ വേറെ ഒരുപാട് പ്രൈവറ്റ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എൻട്രൻസ് ഉണ്ട്. SRMന്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. മണിപ്പാലിന്റെ ഉണ്ട്. LPU ഉണ്ട്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഉണ്ട്. പല എൻട്രൻസ് എക്സാമുകൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 2025 അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾ അത് സമയത്ത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ആപ്ലിക്കേഷൻ പ്രോസസ്സ് മൂവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും. വിദേശ യൂണിവേഴ്സിറ്റീസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവസരമുണ്ട്. ഗൾഫ് നാടുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇതിനും അതിൻ്റെതായ ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിൽ അവരുടേതായ പരീക്ഷകളുണ്ട്. ചില സ്ഥലത്ത് സാറ്റ് മതി, ചില സ്ഥലത്ത് അവരുടെ പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ അതിൽ നല്ല സ്കോർ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ റിക്വയർമെന്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഡിഫറെന്റ് ആണ്. അതത് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. പിന്നെ നമ്മളിപ്പോ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ 2025 സംസാരിക്കുന്നത്. ഈ മെയിൻ എക്സാം ഈ മെയിൻ എക്സാമിന് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതല്ലോ. അപ്ലൈ ചെയ്യേണ്ട NIT-കളിലേക്കും IIT-കളിലേക്കും CFTI-യിലേക്കുമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ JEE അഡ്മിഷൻ എടുക്കുക. അതിന് രണ്ട് പേപ്പറുകളാണ് ഉള്ളത്. മൂന്ന് പേപ്പറുകളുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ബി പ്രോഗ്രാമിന് വേണ്ടിയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് MTech പ്രോഗ്രാം എല്ലാം ഉണ്ട്. അതിനുവേണ്ടി അഡ്മിഷന് വേണ്ടിയാണ് പേപ്പർ 1 നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടത്. പേപ്പർ 2A എന്ന് പറയുന്നത് BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സിന്റെ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കാണ് പേപ്പർ 2A എഴുതേണ്ടത്. പേപ്പർ 2B എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് പ്ലാനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പേപ്പർ 1, പേപ്പർ 2A, പേപ്പർ 2B ഇങ്ങനെ 3 പേപ്പറുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. JEE മെയിൻ നമുക്ക് വർഷത്തിൽ 2 തവണയാണ് നടത്തുന്നത്. ഈ സമയം ഉണ്ടായിരുന്നു, ഇത്തവണ 2 തവണയാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ ഒരു പരീക്ഷ ജനുവരിയിലാണ്, ഒരു പരീക്ഷ ഏപ്രിലാണ് നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 പരീക്ഷ എഴുതാം, ഒരു പരീക്ഷ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം. 2 പരീക്ഷ എഴുതിയാൽ നമുക്ക് ബെറ്റർ സ്കോർ കിട്ടിയാൽ ഏതാണ് നല്ല സ്കോർ അതാണ് പരിഗണിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം 2 പരീക്ഷ എഴുതാൻ പറ്റുന്നവരായാലും എഴുതുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജനുവരി എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഇത് നമുക്ക് നല്ലൊരു പെർസെന്റേജ് നമുക്ക് കിട്ടാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ റാങ്കിങ്ങിന് സഹായിക്കും. ഇനി അതെല്ലാം നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെയും ആവാം. കുറെ കൂടി പ്രിപ്പറേഷൻ നടത്തിയതിന് അങ്ങനെയും ആവാം. നമുക്ക് ഇപ്പോൾ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് എന്ന നിലയ്ക്ക് ചെയ്യുകയും അടുത്ത എക്സാമിൽ കുറെ കൂടി സീരിയസ് ആയി അപ്രോച്ച് ചെയ്ത് ചെയ്യുന്ന രീതിയാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തവണ പരീക്ഷ സെഷൻ 1 ജനുവരി 22 to 31 ആണ്. ജനുവരി 22 ദിവസങ്ങളാണ് നടക്കുന്നത്. അതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ 22 ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നവംബർ 17 വെറും 5 ദിവസം മാത്രമാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ JEE മെയിന്റെ സെഷൻ 1-ന് ശ്രദ്ധിക്കണം. JEE മെയിന്റെ സെഷൻ 1-ന് അപ്ലൈ ചെയ്യണമെന്ന് അവസാന തീയതി എന്ന് പറയുന്നത് ഇനി 5 ദിവസം അകലെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാത്രി 9 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്നോ നാളെ ആയിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് മൊമെന്റ് സ്വാഭാവികമായും നമ്മുടെ സിസ്റ്റം ഹാങ് ആവാനും തിരക്ക് വരാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അവസാന ദിവസത്തേക്കൊന്നും മാറ്റി വെക്കാതെ വെൽ ഇൻ അഡ്വാൻസ് അപ്ലൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം.
പിന്നെ സെഷൻ 2, അടുത്ത സെഷൻ എന്ന് പറയുന്നത് April 1 മുതൽ April 8 വരെയാണ്. 2025 April 1 മുതൽ April 8 വരെയാണ് നടക്കുക. അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം January 31 മുതൽ February 24 വരെയാണ്. 2025 January 31 മുതൽ February 24 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് jmain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. NTA വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് അങ്ങോട്ടുള്ള ലിങ്ക് കിട്ടും. പക്ഷേ jmain.NIC.in എന്ന വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കിട്ടും. ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ജെ നമുക്ക് നമുക്കറിയാം 33 അതുപോലെ 23 IIT-കളുണ്ട്. എന്നാൽ കുറച്ച് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആസാം യൂണിവേഴ്സിറ്റി സിൽച്ചാർ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പട്ന ഓഫ് ക്യാമ്പസ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ് റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ബിറ്റ്സ് എന്ന് പറയുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിനെ കുറിച്ചല്ല പറയുന്നത്. ബിറ്റ്സ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ്, അതൊരു വേറെ ക്യാമ്പസാണ്, വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർപ്പറ്റ് ടെക്നോളജി, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഗൗർ യൂണിവേഴ്സിറ്റി, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി അഹമ്മദാബാദ്, സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ, ഇങ്ങനെ കുറെ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ നമുക്ക് വഴി തന്നെ അഡ്മിഷൻ പോകാൻ പറ്റും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, നിഫ്റ്റ, തഞ്ചാവൂരിലെ നിഫ്റ്റ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസാണ്. ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് JEE വഴി അഡ്മിഷൻ കിട്ടും. NIT-ക്കും IIT-ക്കും പുറമെ. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, ഇങ്ങനെ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 40ഓളം CFT-കളുണ്ട്, സെൻട്രലി ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമിനെ കുറിച്ച് ജനറലായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പേപ്പർ 1 നമ്മൾ പറഞ്ഞു, BE അല്ലെങ്കിൽ BTech അഡ്മിഷന് വേണ്ടിയാണ് പ്രധാനമായിട്ടും. പേപ്പർ 2A എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. പേപ്പർ 2B എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് പ്ലാനിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 3 hour ആണ് എക്സാം. എന്നാൽ ബാച്ചലർ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചറിന് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 3 hour 30 minutes ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകും. മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എക്സാമിന്റെ ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞ 3 hours ആണ്. ഫസ്റ്റ് ഷിഫ്റ്റ് 2 ഷിഫ്റ്റുകൾ നടക്കുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം 9 മണി മുതൽ 12 മണി വരെയാണ്, ഇന്ത്യൻ ടൈമാണ്. അതുപോലെ സെക്കൻഡ് ഷിഫ്റ്റ് 3 മണി മുതൽ 6 മണി വരെയാണ് നടക്കുന്നത്. അതുപോലെ ഈ 3 മണിക്കൂർ 30 മിനിറ്റ് 3.5 മണിക്കൂറുള്ള നമ്മുടെ ഈ ബി ആർക്കിന്റെയും ബി പ്ലാനിന്റെയും ആണെങ്കിൽ 9 മുതൽ 12:30 വരെ, മറ്റേത് 3 മുതൽ 6:30 വരെ ഇങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. എലിജിബിലിറ്റി നമുക്കറിയാം, പരീക്ഷ എഴുതാൻ എലിജിബിലിറ്റി ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര വയസ്സുള്ള ആളുകൾക്കും എഴുതാൻ പറ്റും. പക്ഷേ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചില മാനദണ്ഡങ്ങൾ വെക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. JEE സ്കോർ ഉണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ചില ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അത് ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഓർക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ക്ലാസ് 12 എക്സാമിനേഷൻ, അതല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ, അതല്ലെങ്കിൽ ഡിപ്ലോമ 2023-ലോ 2024-ലോ പാസ്സായവരായിരിക്കണം. 2023-ലോ 2024-ലോ പാസ്സായവരായിരിക്കണം. അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ എഴുതുന്നവരായിരിക്കണം. ഒരു 2022-ൽ പാസ്സായ ഒരാളാണെങ്കിൽ അയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അയാൾ അപ്ലൈ ചെയ്യുന്ന ആൾ 2023-ലോ 2024-ലോ പാസ്സായ കുട്ടികളായിരിക്കണം. അതല്ലെങ്കിൽ 2025-ൽ അപ്പിയർ ചെയ്യുന്ന കുട്ടികളായിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 3ഉം 4ഉം വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് JEE എഴുതാൻ പറ്റില്ല എന്നർത്ഥം. കാരണം 2022-ൽ പാസ്സായ ഒരാളാണ്, ഇപ്പം അയാൾക്ക് 3 വർഷമാണല്ലോ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മാർക്ക് നിബന്ധനയുണ്ട്. +2 പരീക്ഷയ്ക്ക് 75% മാർക്ക് ഉള്ളവർക്കാണ് JEE വഴി അപ്ലൈ ചെയ്യാൻ പറ്റുക. SC/ST കാൻഡിഡേറ്റ്സ് ആണ് 65% മാർക്കാണ് വേണ്ടത്. പിന്നെ NIT-ലേക്കും IIIT-ലേക്കും CIFT-ലേക്കും അവരുടെ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രത്യേകമായ ചില ഗൈഡ് ലൈൻസ് ഒക്കെ വെക്കും. അതും നമ്മൾ കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. സബ്ജക്റ്റുകൾ, ഏത് സബ്ജക്ട് പഠിച്ചവർക്കാണ് JEE എഴുതാൻ പറ്റുക, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും വളരെ പെട്ടെന്ന് പറയാം. BE BTech കോഴ്സുകൾക്കാണെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആസ് കമ്പൽസറി സബ്ജക്ട് അലോങ് വിത്ത് വൺ ഓഫ് കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോളജി, ടെക്നിക്കൽ, വൊക്കേഷണൽ സബ്ജക്ട്, ഇങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കുന്നു അലോങ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറി ആണ്. അതിനൊപ്പം വേറെ സബ്ജക്റ്റുകൾ ഏതെങ്കിലും പഠിച്ചാൽ അവർക്ക് BE BTech എൻട്രൻസ് പരീക്ഷ എഴുതാം. BE BTech-ന് വേണ്ടിയുള്ള JEE പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ BArക്കിന് സ്പെഷ്യൽ റിക്വയർമെന്റ് ആണ്. ഐ മീൻ 50% അഗ്രിഗേറ്റ് മാർക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ വേണ്ടത്. അതുപോലെ +2 ആൾ ടുഗദർ 50% വേണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്
50% മാർക്ക് വേണം, അഗ്രിഗേറ്റ് മാർക്ക് വേണം. അതുപോലെ +2 മൊത്തത്തിൽ 50% മാർക്ക് വേണം. പിന്നെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി ഡിപ്ലോമ പഠിച്ച ആളുകൾക്കും ഇത് എഴുതാൻ പറ്റും. അതുപോലെ ബി പ്ലാനിങ് എക്സാമിനേഷന് മറ്റൊരു റിക്വയർമെന്റുകളൊന്നുമില്ല. ബി പ്ലാൻ കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയി പഠിച്ച് ക്വാളിഫയിങ് എക്സാം ചെയ്താൽ മതി. വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് മാത്സ് മാത്രം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ബി പ്ലാനിങ് കോഴ്സിന് പോകാൻ പറ്റും എന്നുള്ളത് ഓർക്കാൻ, ബാച്ചലർ ഓഫ് പ്ലാനിങ് പ്രോഗ്രാമിന് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബിടെക്കിനുള്ള റിക്വയർമെന്റ് അല്ല ബി ആർക്കിന്. അതുപോലെ പ്ലാനിങ് കോഴ്സിന്, ബാച്ചലർ ഓഫ് പ്ലാനിങ് കോഴ്സിന് മറ്റു റിക്വയർമെന്റ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് നോക്കുക. ഇനി ഇത് ആപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. നമുക്ക് മിക്കവാറും ആളുകൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകളായിരിക്കും. എന്നാൽ പോലും വളരെ ബേസിക് ആയി നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കും ഒന്ന് അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കറക്റ്റ് ആയിരുന്നു ഒന്ന് റീകൺഫേം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോം ആണ്. ഇതിൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും ഇങ്ങനെ ഈ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത്. ഈ സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പറാണ് നമ്മൾ ഫർദർ സ്റ്റേജിൽ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ സിസ്റ്റം ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഏതൊക്കെ പേപ്പറുകളാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വിഷയത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, എഞ്ചിനീയറിംഗ് ആണോ ആർക്കിടെക്ചർ ആണോ പ്ലാനിംഗ് ആണോ സെലക്ട് ചെയ്യണം. അതുപോലെ എക്സാമിനേഷൻ സിറ്റീസ് കൊടുക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം, നമ്മുടെ ഡോക്യുമെന്റ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഈ സമയത്താണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ സെക്കൻഡ് ഫേസ്, അതായത് സ്റ്റെപ്പ് 2. മാത്രമല്ല ഈ സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ ഏതെല്ലാം, നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കണം, കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ് കൊടുക്കണം, സിഗ്നേച്ചർ കൊടുക്കണം, ക്ലാസ് 10 ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫിസിക്കലി ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൂടി ഇതിലൂടെ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ, സ്കാൻ ചെയ്ത സിഗ്നേച്ചർ, ക്ലാസ് 10ന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതിന് ആപ്ലിക്കേഷൻ ഫോമിൽ ശ്രദ്ധിക്കേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 80% ഓഫ് ഫേസ് മാസ്ക് ഇല്ലാതെ വിസിബിൾ നിൽക്കണം, ഇയേഴ്സ് കാണണം. അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ഫോട്ടോ കൊടുക്കേണ്ടത്. പിന്നെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫ് എന്ന് കൊടുത്തു, ഏറ്റവും നല്ലത്. അതുപോലെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. 1 KB to 300 KB ആണ് അതിന്റെ സൈസ്. അതൊക്കെ ഫയൽ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ഒന്നും വലിയ പ്രയാസമുള്ള കാര്യമില്ല. അതിന്റെ ഫയൽ നെയിം ഫോട്ടോഗ്രാഫ് എന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ കിട്ടും. അതുപോലെ സിഗ്നേച്ചർ എന്ന ഫയൽ നെയിം കൊടുക്കും. അതിന്റെ സൈസ് 10 KB to 50 KB ആണ് അതിന്റെ ബിറ്റ് സൈസ്. അതുപോലെ 10th ക്ലാസ് 10 ഇക്വലന്റ്, അതിന് 10 KB to 300 KB ആണ് അതിന്റെ സൈസ്. അത് സർട്ടിഫിക്കറ്റ് എന്നാണ് അത് ഫയലിന് പേര് കൊടുക്കേണ്ടത്. അത് PDF ആണ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഫയൽ നെയിം അങ്ങനെ മാറ്റി PDF ആയി സേവ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അത് ഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആണ്, ഫോട്ടോ ആണ്, സിഗ്നേച്ചർ ആണ് കൊടുത്തെന്നാൽ അത് ലീഗൽ ആക്ഷൻ വരാൻ സാധ്യതയുള്ള കേസുകളാണ്. പ്രത്യേകിച്ച് അക്ഷയ സെന്ററുകൾ ചെറുതായിട്ട് പറയാൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ഫോം ഫിൽ ചെയ്യുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അക്ഷയ സെന്ററിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അക്ഷയ സെന്ററിൽ ചേട്ടന്റെ അവിടുത്തെ ചേച്ചിയുടെ നമ്പറൊക്കെ പലപ്പോഴും കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്യുമെന്റുകൾ, കുറെ ആളുകളുടെ ഡോക്യുമെന്റുകൾ ഒരുമിച്ച് വരുമ്പോൾ മിസ്സായി പോകുന്നു. കഴിഞ്ഞ വർഷം പോലും ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വേറെ ആളുടെ ഫോട്ടോ കൊടുത്തു. അപ്പൊ അത് നമുക്ക് എക്സാം എഴുതാനുള്ള പ്രയാസം ഉണ്ടാവുന്ന മാത്രമല്ല, അത് ചില ലീഗൽ ആക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അൺഫെയർ മീൻസ് ആണ് അതിന് പറയാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് അത് UFM അൺഫെയർ മീൻസ് ആയിട്ട് കണക്കാക്കും. അത് MTയൊക്കെ അതിൻ്റെതായ ചില രീതികളുണ്ട്. അൺഫെയർ മീൻസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ബാൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പരീക്ഷ എഴുതാൻ പറ്റാത്ത സാധ്യത ഉണ്ടാവും. അത് ഫ്യൂച്ചറിൽ നമ്മളെ പല രീതിയിലും പ്രതികൂലമായി ബാധിക്കും. അപ്പൊ ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അവരവരുടെ ഡോക്യുമെന്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്നും എല്ലാ സംഗതികളും കൃത്യമായി പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലും പ്രിസ്ക്രൈബ്ഡ് സൈസിലും അതിന്റെ ഫയൽ നെയിം അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനെന്നുള്ള കാര്യം കൂടി ഓർക്കുക.
പിന്നെ അപ്ലിക്കേഷൻ ഫോം നമുക്ക് ആ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് നടത്താം, ഓൺലൈൻ മോഡിൽ നടത്താം, നെറ്റ് ബാങ്കിങ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ചെയ്യാം, UPI ഒക്കെ ചെയ്യാം, പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് സാധാരണഗതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ കൊടുക്കുന്ന പേയ്മെന്റ് പോലെ അതിന് ഓരോന്നിനും ചാർജ് ഡിഫറെന്റ് ആണ്. നമുക്കറിയാം ഈ പരീക്ഷയ്ക്ക് ഇന്ത്യക്കകത്തും പുറത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ് മെയിൽ കാൻഡിഡേറ്റിന് 1000 റുപ്പീസ് ആണ്. എന്നാൽ അത് ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യത്തിനോ US പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പോലെ. അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് പരീക്ഷാ കേന്ദ്രം സെലക്ട് ചെയ്യുന്നത് 5000 ഇന്ത്യൻ റുപ്പീസ് ആണ് അതിന്റെ ചാർജ്. ഫീമെയിൽ പെൺകുട്ടികൾക്ക് ചാർജ് കുറച്ച് കുറവാണ്, 800 ആണ്. എന്നാൽ 4000 ആണ് വിദേശത്താണെങ്കിൽ പെൺകുട്ടികൾക്ക്. അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 900ഉം 4500 ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കോഴ്സുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. എക്സാം പാറ്റേണിലേക്ക് പോവാം നമുക്ക്. എക്സാം പാറ്റേൺ നമുക്ക് പേപ്പർ 1 നേരത്തെ പറഞ്ഞു. പേപ്പർ 1 എഞ്ചിനീയറിംഗ് BE അല്ലെങ്കിൽ BTech കോഴ്സിന് വേണ്ടിയാണ്. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ആണ് സബ്ജക്റ്റുകൾ വരും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് ദ ആൻസേഴ്സ് ഇസ് എ ന്യൂമറിക്കൽ വാല്യൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിന്റെ ഉത്തരം ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. അങ്ങനെ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇതാണ് പേപ്പർ 1ന്റെ പ്രത്യേകത. പേപ്പർ 2 BRക്കിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പാർട്ട് 1ൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പാർട്ട് 2ൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ പാർട്ട് 3ൽ ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ BRക്ക് കോഴ്സ് ആണെങ്കിൽ ഡ്രോയിങ് ടെസ്റ്റ്. ഇപ്പോൾ ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കാനാണ് ഡ്രോയിങ് ടെസ്റ്റ്. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാർട്ട് 2ൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് ദ ആൻസർ ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ഉത്തരങ്ങൾ ന്യൂമറിക്കൽ വാല്യൂ വരുന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ ഡ്രോയിങ് ടെസ്റ്റ് പേപ്പർ ബേസ്ഡ് ആണ്, ഓഫ്ലൈൻ ടെസ്റ്റ് ആണ്. നമുക്ക് മനസ്സിലായി നീറ്റും വ്യത്യാസമാണ്. നീറ്റ് എന്നാണ് എക്സാം ആണ്. JEE എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് പ്രത്യേകം ഓർക്കുക. ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ച് വേണം അതിനുവേണ്ടി പ്രിപ്പറേഷൻസും കോച്ചിങ്ങും നടത്താം. 2Bയുടെ പ്ലാനിംഗ് ആണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പ്ലാനിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പാർട്ട് 2A മാത്രമാണ്, 2A ഡ്രോയിങ് ടെസ്റ്റ് മാത്രമാണ് ഓൺലൈനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് ഉള്ളത്. CBT എന്നാണ് ഇത് പറയാ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇനി എക്സാം പാറ്റേണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അറിയുന്ന പോലെ സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ഉണ്ട്. സെക്ഷൻ Aയിൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ഒരു ക്വസ്റ്റ്യന് നമുക്കറിയാം കറക്റ്റ് ആൻസറിന് കിട്ടുന്ന മാർക്കും ടോട്ടൽ മാർക്ക് 100 ആണ്. സെക്ഷൻ Aയിൽ 20 ക്വസ്റ്റ്യൻ. സെക്ഷൻ അതുപോലെ മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 20 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻ. നമുക്ക് മനസ്സിലായി മാത്തമാറ്റിക്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും സെക്ഷൻ A ക്വസ്റ്റ്യൻ ഈക്വൽ വെയിറ്റേജ് ആണ്. സെക്ഷൻ Bയിൽ പണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മാർക്ക് പാർട്ട് 2A ആണെങ്കിൽ മാത്തമാറ്റിക്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ് ടെസ്റ്റ്, അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ മാർക്കുകളുടെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി പാർട്ട് 2B പ്ലാനിംഗ് ആണെങ്കിൽ അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സംഗതികളാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബ്രോഷറിൽ നോക്കിയാൽ, ഇൻഫർമേഷൻ ബ്രോഷറിൽ നോക്കിയാൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. ആൻസർ ഫോർ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കറക്റ്റ് ആൻസർ ഓർ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. നമുക്ക് 100% കറക്റ്റ് ഇല്ലെങ്കിലും അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് 4 മാർക്സ് ആണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്താൽ നമുക്കറിയാം അതിന്റെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ആൻസർ ചെയ്യുന്ന ആൾക്ക് 4 മാർക്സ് ആണ്. ഇനി ഇൻകറക്റ്റ് ഓപ്ഷൻ മാർക്ക് വിൽ ബി ഗിവൺ -1 മാർക്ക്. നമ്മൾ തെറ്റുത്തരം കൊടുത്താൽ -1 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടും മാർക്കിൽ നിന്ന് ഒരു മാർക്ക് കുറക്കും. എന്നാൽ അൺആൻസേർഡ് മാർക്ക് ഓർ മാർക്ക് ഫോർ റിവ്യൂ വിൽ ബി ഗിവൺ നോ മാർക്ക്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യില്ല, നമുക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വിടും. മാർക്ക്ഡ് ഫോർ റിവ്യൂ, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്താൽ അതിന് മാർക്ക് 0 മാർക്കാണ്. മാർക്ക് കുറക്കൂല, അതിന് മാർക്ക് കിട്ടുകയില്ല. അതും ശ്രദ്ധിക്കും.
അതുപോലെ if more than one option found to be correct, then 4 marks will be awarded to only those who have marked any one of correct option. ചില സമയത്ത് ഈ ജെഇന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചാലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ട് ഒപ്പീനിയൻ ഒക്കെ എടുത്തതിന് ശേഷം രണ്ട് ഉത്തരങ്ങളും കറക്റ്റ് ആണെന്ന് ചിലപ്പോൾ ചില സമയത്ത് പ്രൂവ് ചെയ്യപ്പെടും. അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ ചെയ്താലും അവർക്ക് 4 മാർക്സ് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉം, പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആണെന്ന് പിന്നെ പ്രൂവ് ചെയ്യപ്പെട്ടാൽ തിങ്ക് ചെയ്ത ഏതെങ്കിലും ഒരു ആൻസർ ചെയ്ത ആളുകൾ അത് 4 മാർക്സ് കിട്ടും. ഇനി ഇനി ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ അപൂർവമായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. സാധാരണഗതിയിൽ ജനറലി സംഭവിക്കുന്ന ഒരു കാര്യമില്ല. എന്നിപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അത് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ബോർഡ് എക്സാമുകളുടെ പരീക്ഷ എന്ന പോലെയല്ല ജെഇ പരീക്ഷ എഴുതേണ്ടത്, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതേണ്ടത്. സാധാരണ പരീക്ഷയ്ക്ക് നമ്മുടെ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട് അല്ലേ? നമ്മൾ ട്രൈ ചെയ്താൽ പോലും അതിനൊരു പെർസെന്റേജ് ഓഫ് മാർക്സ് കിട്ടും. എന്നാൽ അതിന്റെ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ പോലും നമുക്ക് ഒരു എന്നാൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഫൈനൽ ആൻസർ കറക്റ്റ് ആകുന്നത് വളരെ പ്രധാനമാണ്. അല്ലാതെ സ്റ്റെപ്പ് കറക്റ്റ് ആയി എന്നുള്ളത് മാർക്കില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനും സാധാരണ ബോർഡ് എക്സാമിനും നമ്മുടെ ഡിഫറെന്റ് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാനുള്ള ഒരു ഇതാണ്. അതിന്റെ ആൻസറിങ് രീതി ഡിഫറെന്റ് ആണ്, എക്സാമിന്റെ ടൈപ്പ് ഡിഫറെന്റ് ആണ്, ക്വസ്റ്റ്യൻസിന്റെ രീതിയൊക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളത് കൂടെ ഓർക്കുക. പിന്നെ NITs നമുക്ക് 31 NIT-കളാണ് ഇന്ത്യയിലുള്ളത്. കാലിക്കറ്റ് NIT ഉണ്ട്. അതുപോലെ അഡ്മിഷൻ ത്രൂ ജെഇ മെയിനുമാണ്. ഒരുപാട് NIT, ട്രിച്ചി, NIT വറങ്കൽ, NIT സൂറത്ത്, NIT കാലിക്കറ്റ്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട NIT-കളാണ്. NIT കാലിക്കറ്റിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ബയോടെക്നോളജി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സും NIT കാലിക്കറ്റിലുണ്ട്. അതുപോലെ ബെസ്റ്റ് NITs പലപ്പോഴും ഈ ഒരു ഓർഡറിലാണ് സാധാരണ വരാറുള്ളത്. NIT ട്രിച്ചി, സൂറത്തിൽ, വാറങ്കൽ, റൂർക്കേല, കാലിക്കറ്റ്, നാഗ്പൂർ, സിൽച്ചർ, ദുർഗാപൂർ, ജയിച്ചു. ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ വർഷങ്ങളിൽ ഉണ്ടാവും. എന്നാൽ പോലും ട്രിച്ചി, സൂറത്തിൽ, വാറങ്കൽ, റൂർക്കേല, കാലിക്കറ്റ് നമുക്ക് ബെസ്റ്റ് NIT-കളായിട്ട് കണക്കാക്കാം. കാലിക്കറ്റ് NIT എപ്പോഴും ആദ്യത്തെ 5-നുള്ളിൽ വരാറുള്ള മികച്ച NIT-കളിൽ ഒന്നാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. മൊത്തം 31 NIT-കൾ ഉള്ളതിലാണ് ഈ പറയുന്നത്. പിന്നെ ട്രിപ്പിൾ നമുക്ക് ഒരുപാട് ട്രിപ്പിൾ ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, കോട്ടയം കേരളത്തിലെ ട്രിപ്പിൾ ഉണ്ട്. അതുപോലെ അഡ്മിഷൻ പ്രോസസ്സ് ജോൺസ എന്ന് പറയുന്ന ജോയിന്റ് സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ് വഴിയാണ്. IIT ട്രിപ്പിൾ ഹൈദരാബാദ് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമല്ല. അത് വേറെ തന്നെ അപ്ലൈ ചെയ്യണം. ട്രിപ്പിൾ ഹൈദരാബാദും ട്രിപ്പിൾ ബാംഗ്ലൂരും. കോട്ടയത്തിലാണെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ബിടെക് പ്രോഗ്രാമുകളാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT റിലേറ്റഡ് കോഴ്സുകളാണ് കോട്ടയത്തിലുള്ളത്. കേരളത്തിൽ നമുക്ക് ഒരു NIT ഉണ്ട്, ഒരു ട്രിപ്പിൾ ഉണ്ട്, അതുപോലെ ഒരു IIT-യും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ട്രിപ്പിൾ ഹൈദരാബാദ് ഉണ്ട്, ട്രിപ്പിൾ ഡൽഹി ഉണ്ട്, ട്രിപ്പിൾ ബാംഗ്ലൂർ ഉണ്ട്, ട്രിപ്പിൾ കോട്ടയം ഉണ്ട്. മെസ്ര അഡ്മിഷൻ ത്രൂ ജെഇ മെയിൻ ആണ്, പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ ജെഇ മെയിൻ വഴി അപ്ലിക്കേഷൻ കിട്ടുന്ന വേറെ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. IIC ബാംഗ്ലൂർ, ഇത് ജോസഫ് അപ്ലൈ ചെയ്യേണ്ട രീതിയാണ്. IIC ബാംഗ്ലൂർ ഉണ്ട്. അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ബിടെക് ജെഇ മെയിൻ വഴിയാണ്. ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി ഡൽഹി ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി യൂണിവേഴ്സിറ്റി അത് ജോസഫ് മീൻ ജെഇ മെയിൻ വഴിയാണ്. അതുപോലെ +2 ബിടെക് ഇന്ത്യൻ നേവിയിലേക്ക് നമുക്ക് ജെഇ മെയിൻ വഴിയാണ്. സ്കീം ഉണ്ട് ഇന്ത്യൻ ആർമിയിലും, അതും ജെഇ മെയിൻ ആണ്. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ജെഇ മെയിൻ ആണ്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വഡോദരയിൽ, അതും ജെഇ മെയിൻ ആണ്. നാഷണൽ ഫയർ സർവീസ് കോളേജ്, ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കാൻ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഗ്പൂരിലുള്ള നാഷണൽ ഫയർ സർവീസ് കോളേജ്, അവിടെ നമുക്ക് ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കും. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂനെയിൽ ബിടെക് കോഴ്സ് നമുക്ക് ജെഇ മെയിൻ ആണ്. ഈ ബിടെക് കോഴ്സുകൾ അല്ലാത്ത വേറെയും കോഴ്സുകൾ ജെഇ മെയിൻ വഴി ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ IIT മണ്ടിയിലെ ഒരു ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, ഇത് ജെഇ മെയിൻ ആണ്. അതുപോലെ ന്യൂവാൽസ് അല്ല, നെൽസാർ, ഹൈദരാബാദിലെ നെൽസാർ പ്രോഗ്രാമുകൾ ജെഇ മെയിൻ വേണ്ടി. ഇങ്ങനെ ജെഇ മെയിൻ വഴി അഡ്മിഷൻസ് വേറെ കുറെ സാധ്യതയുണ്ട്. പ്രോഗ്രാമാണ്, മാത്രമാണ് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ജെഇ മെയിൻ ഒരു വലിയ ഒരു സാധ്യതയാണെന്നുള്ള ഓർക്കുക. എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേജ് ആണ്. നമുക്ക് ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യുന്ന 2 ലക്ഷം വിദ്യാർത്ഥികളാണ് ജെഇ മെയിനിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുക. അതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കണം. 2 ലക്ഷത്തിൽ കിട്ടുന്ന കുട്ടികൾക്ക് പെർസെന്റേജ് സ്കോർ ഫിക്സ് ചെയ്യും. ആ പെർസെന്റേജ്
സ്കോറുള്ള ആളുകൾക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ജെയിമിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോഴാണ് അത് മനസ്സിലാവുക എന്നുള്ളത് ഓർക്കുക. അതിന് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ജെയ് അഡ്വാൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, സയൻസ് പ്രോഗ്രാം ഉണ്ട്. ഈവൻ IIT കാൺപൂരിൽ BS സയൻസ് ഇൻ ഇക്കണോമിക്സ് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ നമുക്ക് ജെയ് മെയിൻ വഴി പോകാൻ കഴിയും. ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാം ഉണ്ട്. കോഴ്സുകൾക്ക് പ്രോഗ്രാം ഉണ്ട്, MSc പ്രോഗ്രാം, ഡിഗ്രി, ഇങ്ങനെ കോഴ്സുകൾ ജെയ് അഡ്വാൻസ് വഴി പോകാൻ പറ്റും. അതിന് പ്രത്യേകമായ പരീക്ഷയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മറ്റൊരു സമയത്തേക്ക് പോവാം. ജെയ് അഡ്വാൻസ് മറ്റൊരു ഡിസ്കഷന് വേണ്ടി പോകേണ്ട സംഗതിയാണ്. അതുപോലെ ജെയ് അഡ്വാൻസ് ആപ്ലിക്കേഷൻ വഴി IIC ബാംഗ്ലൂർ ഉണ്ട്. ഇതിൽ ഐസർ എന്ന് കൊടുത്തിട്ടില്ല. ഐസർ ഇപ്പൊ ജെയ് അഡ്വാൻസ് വഴി അഡ്മിഷൻ നടക്കുന്നില്ല. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്. IIST തിരുവനന്തപുരം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി, ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളിലേക്ക് ജെയ് അഡ്വാൻസ് വഴി അഡ്മിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇത് ഐസർ ആണ്, തിരുവനന്തപുരത്തുള്ള ഐസർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏഷ്യയിൽ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന് ISRO അടക്കം പ്ലേസ്മെന്റ് സാധ്യതയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഒക്കെ ഉണ്ട്. അതിന് ജെയ് അഡ്വാൻസ് വഴി നമുക്ക് പോകാൻ പറ്റും. IITs നമ്മൾ പറഞ്ഞു, 23 IITs ആണ്. ഒരുപാട് സീറ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഖരഗ്പൂരിലാണ്. കേരളത്തിൽ IIT പാലക്കാട് ഉണ്ട്. ഇങ്ങനെ IITകൾ അഡ്മിഷൻ ജെയ് അഡ്വാൻസ് വഴിയാണ്. പക്ഷെ ജെയ് അഡ്വാൻസ് എത്തണമെങ്കിൽ അത് ജെയ് മെയിൻ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്തവർക്കാണ് ജെയ് അഡ്വാൻസ് വഴി ജെയ് മെയിനിൽ മികച്ച സ്കോർ കിട്ടിയവർക്ക് ജെയ് അഡ്വാൻസ് വഴി IITയിൽ പ്രവേശിക്കാൻ പറ്റുക എന്നുള്ളത് ഓർക്കുക. ജസ്റ്റ് IIT, ഓഫ് കോഴ്സ് IIT മദ്രാസ്, IIT മുംബൈ, IIT ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹത്തി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട IITകൾ എന്ന് പറഞ്ഞു. IITകൾ ഉണ്ട്. 23 IITകൾ പലതും ബേബി IITകളാണ്. എന്നാൽ ഏറ്റവും IITകൾ ഇതെല്ലാമാണെന്ന് ഓർത്തു. ആർക്കിടെക്ചർ കോഴ്സിന് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. IITകളിൽ ആർക്കിടെക്ചർ കോഴ്സ് ആണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NIT ആർക്കിടെക്ചർ കോഴ്സിന് ആണെങ്കിൽ പേപ്പർ 2 ആണ് എഴുതേണ്ടത് അല്ലേ? പേപ്പർ 2 ആണ് എഴുതേണ്ടത്. എന്നാൽ IIT കോഴ്സിന് പോകണമെങ്കിൽ പേപ്പർ 1 ആണ്. ജെയ് പേപ്പർ 1 എഴുതി അവർ ക്വാളിഫൈ ചെയ്ത് ജെയ് അഡ്വാൻസ് കൂടി ക്വാളിഫൈ ചെയ്തതിനു ശേഷം IIT എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് IITയിൽ. ഓഡിയോ ഇടയ്ക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ടോന്ന് സംശയമുണ്ട്. എന്താണ് ഓഡിയോ ചില കേൾക്കുന്നില്ല? സമയങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. പ്രശ്നം ഉണ്ടെന്ന് പറയണേ, സോറി. ഓക്കെ. ആർക്കിടെക്ചർ കോഴ്സ് IITകളിൽ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജെയ് മെയിന്റെ ഫസ്റ്റ് പേപ്പർ 1 എഴുതി ക്വാളിഫൈ ചെയ്ത് ജെയ് അഡ്വാൻസിന് എലിജിബിൾ ആവാം. അഡ്വാൻസിന് എലിജിബിൾ ആയ ആളുകൾക്കാണ് ജെയ് അഡ്വാൻസ് കൂടി ചെയ്തതിനു ശേഷമാണ് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുക. ജെയ് അഡ്വാൻസ് സ്കോറിനനുസരിച്ചാണ് റാങ്കിങ് വരിക. ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രത്യേകിച്ച് റാങ്കിങ് ഇല്ല. എന്നാൽ പോലും ആ പരീക്ഷ എഴുതിയാൽ മാത്രമാണ് കാൺപൂർ, റൂർക്കി, വാരണാസി എന്നീ IITകളിലുള്ള BR കോഴ്സിന് അഡ്മിഷൻ കിട്ടുക. അപ്പൊ ആർക്കിടെക്ചർ കോഴ്സിന് പ്രധാനമായും 3 തരത്തിലുള്ള പരീക്ഷ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് NAT എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. മറ്റൊന്ന് ജെയ് മെയിൻ എന്നൊരു പരീക്ഷയുണ്ട്. ജെയ് മെയിൻ വഴിയാണ് NITകളിലുള്ള BR കോഴ്സ്. എന്നാൽ IITകളിൽ BR കോഴ്സ് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജെയ് മെയിന്റെ പേപ്പർ 1 എഴുതി ജെയ് അഡ്വാൻസ് കൂടി എഴുതിയതിനു ശേഷം ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി പോകണം. എന്ന് മാത്രമാണ് IITകളിൽ ആർക്കിടെക്ചർ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ നോക്കുക. ഇനി അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ് ആണ്. നമ്മൾ വളരെ വിശദമായി പോകുന്നില്ല. നമുക്ക് എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ജോസ വഴിയാണ് ഏറ്റവും പ്രധാനമായി NITകളിലേക്ക് അഡ്മിഷൻ നടത്തുക. അതിന് josa.nic.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയാണ് പങ്കെടുക്കേണ്ടത്. ഒരുപാട് സീറ്റുകളുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ഏകദേശം സീറ്റുകളാണ്. IIT, NIT, IIIT, GFT ടോട്ടൽ ഏകദേശം 477 സീറ്റുകളുണ്ട്. അതിൽ 21,000 ഓപ്പൺ സീറ്റുകളാണ്. ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ വരുന്നതാണ് എന്ന് ഓർക്കുക. ഇപ്പൊ ഈ ജോസയുടെ വെബ്സൈറ്റ് പോയാൽ കഴിഞ്ഞ വർഷത്തെ 2024 വെബ്സൈറ്റ് പോയി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാലിക്കറ്റ്, അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ കിട്ടിയ ലാസ്റ്റ് റാങ്ക് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ കഴിയും. സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു കഴിഞ്ഞ വർഷത്തെ NITയിലെ ലാസ്റ്റ് റാങ്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4 വർഷത്തെ ബാച്ചിലർ ഓഫ് ടെക്നോളജി കോഴ്സ് ഹോം സ്റ്റേറ്റ് കോട്ടയിൽ ഓപ്പൺ സീറ്റ്, അതായത് റിസർവേഷൻ ഇല്ലാതെ കിട്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് റാങ്ക് 9271 ആണ്.
9271 JEE മെയിനിൽ റാങ്ക് കിട്ടിയ ആൾക്കാണ് ഓപ്പൺ മെറിറ്റിൽ കഴിഞ്ഞ വർഷം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ പറഞ്ഞത് ഒരു റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ 2025-ലും 9,000 താഴെ റാങ്ക് കിട്ടിയതാണ് ഏറെക്കുറെ കാലിക്കറ്റ് NIT കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏറെക്കുറെ മോറോസ് 100% ഒക്കെ ആണെന്നില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാം സാർ വോളിയം കുറവ്. ഓ കേൾക്കുന്നില്ല? ഹലോ, ഒരു സെക്കൻഡ്. കട്ടായി പോകുന്നുണ്ടോ? കേൾക്കാം. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ വേറെ? ഇപ്പൊ കേൾക്കാം. സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവുക ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഇത് ചില സ്ഥലങ്ങളിൽ റേഞ്ച് പോകുന്നതും ആവാം. ഇവിടെ ഇന്ററപ്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല വൈഫൈയില്. ഉണ്ടായിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇല്ല. അവിടുത്തെ കണക്ടിവിറ്റി നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. സാർ സാറിന്റെ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അത് മൈൽഡായിട്ട് താഴ്ന്നു പോകുന്നു, പിന്നെ റൈസ് ആവുന്നു. അത് ഫ്രം ബിഗിനിങ് ആ പ്രോബ്ലം ഉണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്, നോക്കും പലർക്കും ഉണ്ടായ ഇഷ്യൂ. കേൾക്കാത്ത പ്രശ്നം ഉണ്ടല്ലേ? അതെ. ആ വോയിസ് ക്ലാരിറ്റി അങ്ങ് കുറഞ്ഞു പോകും. സാറല്ല വേറെ ആരും അതിന്റെ ഉള്ളിൽ കൂടെ കയറി സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ആണോ? അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഓക്കെയാണോ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി അങ്ങനെ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഹലോ, ഇപ്പൊ ഓക്കെയാണോ? ഓക്കെ, ശരി. പറയാം. ഓക്കെ. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ് ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 9271 ആണ്. അപ്പൊ 9271 കിട്ടിയ ആൾക്കാണ് കഴിഞ്ഞ തവണ NIT-യിൽ ഏറ്റവും അവസാനമായി കിട്ടിയ റാങ്ക് എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിയാൽ മാത്രമാണ് ഈ വർഷം അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ എല്ലാ കോഴ്സുകളും എല്ലാ കോളേജുകളിലും ജോസയുടെ വെബ്സൈറ്റിൽ പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് ആയി നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് JEE റിസൾട്ട് വന്നതിന് ശേഷം ആണ് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പോലും ഇപ്പോൾ എത്ര റാങ്ക് നമുക്ക് കിട്ടിയാൽ ഇന്ന കോളേജിൽ കിട്ടുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു റെഫറൻസ് ആയി മാറ്റാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് തന്നെ കമ്പ്യൂട്ടർ സയൻസ് OBC കാറ്റഗറിയിൽ വന്ന അവസാനത്തെ റാങ്ക് ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ജനറൽ കാറ്റഗറിയിലെ ഓൾ ഇന്ത്യ കോട്ടയിൽ ലാസ്റ്റ് വന്ന റാങ്ക് 35,000 ആണ്. 35,000 ക്ലോസിംഗ് റാങ്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇതുപോലെ ഓരോ സ്ഥലത്തും IIT-യിൽ ലാസ്റ്റ് റാങ്ക് ഇത് JEE അഡ്വാൻസ്ഡ് റാങ്ക് ആണ് കേട്ടോ. JEE 6,199 കിട്ടിയിട്ടാണ് പാലക്കാട് IIT-യിൽ അഡ്മിഷൻ കിട്ടിയത് എന്നുള്ളത് കൂടി ഓർക്കുക. പ്രോസസ്സിന് ശേഷം മറ്റൊരു അലോട്ട്മെന്റ് പ്രോസസ്സ് കൂടിയുണ്ട്. സീറ്റ് അലോക്കേഷൻ ബോർഡ് എന്ന് പറയുന്ന SISAB എന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. ഇത് NIT-യിലേക്കുള്ള അലോട്ട്മെന്റ് ആണ്. അത് നമുക്ക് പുതിയ രജിസ്ട്രേഷൻ നടത്തണം. സാധാരണഗതിയിൽ പലപ്പോഴും ജോസ കഴിഞ്ഞാൽ ആളുകൾ SISAB-നെ കുറിച്ച് ഓർക്കാറേ ഇല്ല. ചില ആളുകളെങ്കിലും പ്രോസസ് കൂടിയുണ്ട്. അതുവഴി നമുക്ക് 2 റൗണ്ട് ഓഫ് അലോട്ട്മെന്റ്സ് വഴി നമുക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നേരത്തെ ജോസിൽ കിട്ടാത്ത ആളുകളാണെങ്കിൽ പോലും SISAB വഴി കിട്ടാനുള്ള ഒരു സാധ്യത ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു സ്കീമാണ് ദാസ എന്ന് പറയുന്ന സ്കീം. വിദേശങ്ങളിൽ പഠിച്ച ഇന്ത്യക്ക് പുറത്ത് +1 +2 കോഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾ JEE വഴി നമുക്ക് പങ്കെടുക്കാം. മറ്റൊരു സ്കീമാണ് ദാസ, ഡയറക്ട് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻസ് അബ്രോഡ് എന്ന ഒരു സ്കീമാണ്. ഇതുവഴി നമുക്ക് വിദേശത്ത് പഠിച്ച കുട്ടികൾക്ക് NIT-കളിലും IIT-കളിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. സാധാരണ ഫീസ് തന്നെ കൊടുത്ത് എടുക്കാൻ പറ്റിയ ഒരു സ്കീമാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോലും അവർ +2 JEE മെയിൻ ചെയ്യണം. JEE മെയിനിൽ വാങ്ങണം. എന്നാൽ പോലും സാധാരണഗതിയിൽ കിട്ടേണ്ട റാങ്ക് ഇല്ലെങ്കിൽ പോലും അവർക്ക് ദാസ വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത് സംഗതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി വിഷയങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഡിസ്കഷൻ സമയത്തേക്ക് കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. വളരെ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡിസ്കഷൻ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാം. ജക്കരിയ സാറിനെ പോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. ഓക്കെ സാറേ, ഓഡിയോ ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലോ ഇടക്ക്. ആണല്ലേ? ഓഡിയോ പ്രശ്നം ഉണ്ടല്ലേ? ഇടക്ക് ലോ ആയി പോകുന്നുണ്ട്.
ആണല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും എന്റെ പ്രസന്റേഷൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ. സെഷനിലേക്ക് പോവാം. ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്സിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. നിങ്ങൾക്ക് കേൾക്കാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. ഇത് പറഞ്ഞോളൂ. സർ ജെഇ മെയിൻ അപ്ലൈ ചെയ്യാൻ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ഓക്കെ. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജെഇ മെയിൻ പരീക്ഷയ്ക്ക് ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ചോദ്യം. അപ്പൊ ജെഇ മെയിൻ നമുക്കറിയാം ഒബിസി റിസർവേഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ വരുമാന പരിധി നിശ്ചയിക്കപ്പെട്ട താഴെയുള്ള ആളുകൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് റെഫറൻസ് നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കത് കിട്ടണം. സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. അത് വാങ്ങേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. നമ്മുടെ കേന്ദ്ര ആവശ്യങ്ങൾക്കുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതാണ് കേരള എൻട്രൻസിന് വേണ്ടത്. കേന്ദ്ര ആവശ്യങ്ങൾക്കുള്ളതാണ്. അത് വാങ്ങി വെക്കണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതിലുള്ള നമ്പർ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. താങ്ക് യു സർ, താങ്ക് യു. ഇനി ജനറലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ടീം അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് കിട്ടിയത് പറഞ്ഞോളൂ സർ. അതിലെ നമ്മളെ തുടക്കത്തില് അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു 3 സ്റ്റേജസ് നിങ്ങൾ കാണിച്ചല്ലോ. അതിൽ ആ ഫസ്റ്റ് 2 ഒന്നുകൂടി കാണിക്കാൻ പറ്റും. 3rd കണ്ടു. ആ സ്ലൈഡ് ഒന്ന് റീപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഒരു സെക്കൻഡ് സർ. തീർച്ചയായിട്ടും. ഓക്കെ. കാണുന്നുണ്ടോ സർ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലൈഡ് ഷോയിൽ കൊടുത്താൽ മതി. കൊടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ. സ്റ്റെപ്പ് 1. ഓക്കെ. സ്റ്റെപ്പ് 1 ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടി രജിസ്ട്രേഷൻ നടത്തുന്ന പരിപാടിയാണ് ഫസ്റ്റ്. അപ്പോഴാണ് സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടുക. ആ സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രജിസ്ട്രേഷൻ ആണ്. ആ രജിസ്ട്രേഷന്റെ സമയത്താണ് നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് പാസ്വേഡ് കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് പാസ്വേഡ് നമ്മൾ സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പറാണ് കിട്ടുക. ആപ്ലിക്കേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് സ്കൂൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചില സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് നമ്മുടേതായ ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ, നേരത്തെ സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പറും ഈ ക്രിയേറ്റഡ് ആയ പാസ്വേഡും നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം, ഏതൊക്കെ പേപ്പറുകൾ അപ്ലൈ ചെയ്യണം, അതുപോലെ എക്സാമിനേഷൻ സിറ്റീസ് കൊടുക്കണം. ഈ എക്സാമിനേഷൻ സിറ്റീസ് കൊടുക്കുമ്പോൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. വിദേശത്തൊക്കെ എക്സാമിനേഷൻ സിറ്റി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് അഡ്രസ്സ് കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് എക്സാമിനേഷൻ സിറ്റി കളക്ട് ചെയ്യാൻ പറ്റുക. ഇതിപ്പം റിയാദിൽ നിന്നാണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എൻ്റെ പ്രസന്റ് അഡ്രസ്സ് റിയാദിൽ അഡ്രസ്സ് കൊടുക്കണം. പ്രസന്റ് അഡ്രസ്സ് റിയാദിൽ അഡ്രസ്സ് കൊടുത്താൽ സ്വാഭാവികമായി നമ്പറുകൾ എനിക്ക് അതിനനുസരിച്ച് നമ്പർ മാറ്റേണ്ടി വരും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് 2 മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ വേണം. ഒരു ആൾട്ടർനേറ്റ് നമ്പർ കൊടുക്കാൻ ആവശ്യമുണ്ട്. അതുപോലെ ഒരു തുടക്കത്തിൽ നമ്പർ കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തന്നെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകളും പല ഘട്ടങ്ങളിലും എത്രയൊക്കെ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്താലും ഡിസ്കഷൻസ് നടത്തിയാലും അത് പലപ്പോഴും വേറെ ആളുകളുടെ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലെ ആളുകളുടെ നമ്പർ കൊടുക്കുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാതെ ശ്രദ്ധിക്കണം എന്നാണ് ഒന്ന് സൂചിപ്പിക്കുന്നത്. സർ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടായിരുന്നു. ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെന്നോ? അതെ. ഇൻകം സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്.
അപ്പൊ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ആവശ്യമുള്ളവർക്കാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ അതിന്റെ നമ്പർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യണം. തഹസീൽദാരുടെ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഒപ്റ്റെയിൻ ചെയ്യണം. അത് അതിന്റെ കൂടെ അതിന്റെ നമ്പർ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടതുണ്ട്. അല്ല സാറേ, ഈ ഇൻകം ചോദിക്കണ്ടല്ലോ, 1 ലാഖിനുള്ളിലാണോ അതിൽ കൂടുതലാണോ എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻകം അപ്പൊ നമുക്ക് കൊടുക്കുക, അതൊരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട, ഇൻകം എത്രയാന്ന് സർട്ടിഫിക്കറ്റിന് മെൻഷൻ ആവശ്യമില്ല അല്ലേ? ചെയ്യാനല്ലേ. ആ, അതെ, ഇൻകം സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. മെൻഷൻ ചെയ്യാനല്ലേ പറഞ്ഞേ. ഓ സർട്ടിഫിക്കറ്റ് ചോദിക്കൂല പിന്നെ. ഇല്ല, സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇൻകം ചിലപ്പം കൊടുക്കേണ്ടി വരും. ആ സമയത്ത് അവര് ചോദിച്ചാൽ ആവശ്യം വരും. പിന്നെ ഒരു ഡൗട്ട് കേട്ടെ, ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർമാരെ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ അപേക്ഷിക്കുന്ന കുട്ടികള് മൈനറാണ്, അതുകൊണ്ട് കുട്ടികളെ പേര് തരില്ല, രക്ഷിതാവിന്റെ പേരിൽ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് രക്ഷിതാവിന്റെ പേരിലുള്ള കുട്ടികൾക്ക് ഇൻകം ഇല്ലല്ലോ. രക്ഷിതാവിന്റെ പേരിലുള്ള ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓക്കെയാണ്. അപ്പൊ അത് കീമിന് ഉപയോഗിക്കാൻ പറ്റുമോ? കീമിന് ഉപയോഗിക്കാൻ പറ്റും. കീമിന് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണേ, പ്രത്യേകം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ. സാറേ ക്രീമിലെയറിന്റെ പരിധി എത്രയാണ് സാറേ? 8 lakhs. OBC കാറ്റഗറിക്ക് 8 lakhs. അത് വരുമാനമല്ല നോക്കുക, അത് നമുക്ക് അറിയാലോ. നമ്മുടെ ശമ്പളമല്ല നോക്കുക, അതിന്റെ കുട്ടികൾക്ക് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ പദവിയാണ് പരിഗണിക്കുക. അവർ ഏത് പദവിയിലാണ്, ക്ലാസ് 1 ആണോ, 40 വയസ്സിനുള്ളിൽ അവർ ഏത് പദവിയിലാണ് എത്തിച്ചേർന്നതിനനുസരിച്ചാണ് അതിൻ്റെതായ ചില ഗൈഡ്ലൈൻസ് ഉണ്ട്. അപ്പോൾ സാധാരണഗതി നമ്മുടെ നാട്ടില് ജോലി ചെയ്യുന്ന സാധാരണഗതിയിൽ വലിയ സിവിൽ സർവന്റ് അതുപോലെയുള്ള വലിയ തസ്തികളൊന്നും അല്ലെങ്കിൽ അതൊക്കെ നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ്. അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊന്ന് പരിശോധിച്ച് വേണം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഈ ദാസ കാറ്റഗറിക്ക് വേണ്ടി പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ദാസ കാറ്റഗറിയിലെ ആളുകളാണ് ഇപ്പൊ JEE മെയിൻ നല്ല സ്കോർ വാങ്ങിക്കാൻ ശ്രമിക്കുക, പരമാവധി നല്ല സ്കോർ വാങ്ങിക്കാൻ ശ്രമിക്കുക. 75% മാർക്ക് +2 വാങ്ങിക്കുക. എന്നിട്ട് ദാസക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് നമുക്ക് JEE മെയിനിൽ നമ്മൾ യോഗ്യത നേടിയിരിക്കണം, ഈ മാർക്കുകളൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദാസയിൽ പ്രത്യേകം അപ്ലൈ ചെയ്ത് ആ സമയത്ത് അഡ്മിഷൻ എടുക്കാം. ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ഈ ജോസ സ്കീം വഴിയും അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അവർക്ക് സാധാരണ നാട്ടിലെ കുട്ടികൾ ചെയ്യുന്ന പോലൊക്കെ ചെയ്യാം. അതിന് പുറമെ അതിന് ഫെസിലിറ്റിയാണ്. അത് ദാസക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ വിളിക്കും. +2 വരെ നാട്ടിൽ പഠിച്ച് പുറത്തു പഠിച്ച കുട്ടികളായിരിക്കണം. സാർ നമുക്ക് ഗൂഗിൾ ഫോമിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ബിൻഡോ ആണ് ചോദിച്ചത്. അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. After 2A main for architecture, is there any advanced level exam for architecture? If then, how many students can appear for the exam? Bindu ഇവിടെ ഉണ്ടോ? അല്ല, ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ നമുക്ക് മനസ്സിലായി. ഞാനൊന്ന് ആളുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ആളുണ്ടോ? നമ്മുടെ JEE അഡ്വാൻസ് എക്സാം മെയിൻ ആയിട്ട് ഉണ്ടോ? ആളുണ്ടോ? അല്ല സാർ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ. JEE മെയിൻ എക്സാം കൂടെയുള്ള JEE അഡ്വാൻസ് എക്സാം IIT-യിലേക്കാണ്. അപ്പൊ IIT-യിലെ BTech അതുപോലെ BS ഇന്റഗ്രേറ്റഡ് MTech ഇന്റഗ്രേറ്റഡ് MS പ്രോഗ്രാമിനൊക്കെ ഡുവൽ ഡിഗ്രിക്കൊക്കെ വേണ്ടിയിട്ടാണ് JEE അഡ്വാൻസ്. എന്നാൽ ഒരു ആർക്കിടെക്ചർ കോഴ്സ് NIT-യിൽ പഠിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം IIT മാത്രമേ ഉള്ളൂ. 2A മാത്രം പരീക്ഷ ക്വാളിഫൈ ചെയ്യുക, അതിന്റെ 3 പേപ്പറുകൾ ക്വാളിഫൈ ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റാങ്ക്. അങ്ങനെ അലോട്ട്മെന്റ്. എന്നാൽ IIT-യിൽ പോകാൻ ഒരാൾക്ക് അതിന്റെ അഡ്വാൻസ് എക്സാം അല്ല ഉള്ളത്. IIT-യിൽ ആർക്കിടെക്ചർ കോഴ്സ് 3 IIT-കളിലാണ് ഉള്ളൂ. IIT-യിൽ BArch കോഴ്സ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടത് JEE മെയിൻ പേപ്പർ 1 ആണ് അയാൾ എഴുതേണ്ടത്. സാധാരണ NIT-യിൽ BArch-നാണെങ്കിൽ JEE മെയിൻ പേപ്പർ 2. IIT-യിൽ BArch-ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പേപ്പർ 1 എഴുതണം. പേപ്പർ 1 എഴുതിയതിനു ശേഷം അതിൽ നിന്ന് 2 വർഷത്തിൽ ഉൾപ്പെട്ട് അയാൾ JEE അഡ്വാൻസിന് പോകണം. അങ്ങനെ JEE അഡ്വാൻസിലെ റാങ്ക് വേണം. അതോടൊപ്പം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ക്വാളിഫൈ ചെയ്യണം. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാണ് IIT അഡ്മിഷൻ. അല്ലാതെ JEE മെയിൻ്റെ പേപ്പർ 2-ന്റെ അഡ്വാൻസ് എക്സാം എഴുതിയിട്ടല്ല IIT പോവാം.
മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് പേപ്പർ 2 എഴുതുക. NIT-യിലും IIT-യിലും ആർക്കിടെക്ചർ കോഴ്സ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ പേപ്പർ 1 എഴുതണം, പേപ്പർ 2 എഴുതണം. 2 NIT-യിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പേപ്പർ 1 IIT-യിലെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് എലിജിബിൾ ആവാനുള്ള JEE അഡ്വാൻസ് എഴുതാനുള്ള ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടിയാണ് JEE മെയിൻ പേപ്പർ 1 എഴുതുന്നത്. മനസ്സിലാക്കുക. സാറേ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ ഇത്? അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, പരീക്ഷ എഴുതാൻ പറ്റില്ല. പരീക്ഷ എഴുതാണോ ചോദിച്ചേ? അല്ലല്ല, അപ്ലൈ ചെയ്യാനായിട്ട്. ഓ, തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും പറ്റും. സിജിയിൽ അതിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. JEE മെയിൻ ഫസ്റ്റ് പേപ്പർ എഴുതുന്ന ആൾക്കും അതല്ല ഇനി ഫസ്റ്റും സെക്കൻഡും എഴുതുന്ന ഫീസ് ഒരേ ഫീസ് തന്നെയാണോ? ഫസ്റ്റ് പേപ്പർ അല്ല മാത്രം സർ, എഴുതുന്ന ആൾക്കാണെങ്കിൽ അല്ല സാർ, അതിന്റെ ഫീസിന്റെ ഡീറ്റെയിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സെക്കൻഡ്. നാട്ടിൽ നിന്നാണോ ഇത് എക്സാം? ഹലോ, നാട്ടിൽ നാട്ടിൽ നിന്ന് അല്ലേ? അപ്പൊ പേപ്പർ 1 ബിടെക്കിനും പേപ്പർ 2 BArch-നും കൂടി എഴുതുന്ന ഒരാളാണെങ്കിൽ, ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ ഫീസ് 2000 ആണ്. ഫീമെയിൽ ആണെങ്കിൽ 1600 ആണ്. പേപ്പർ 1-ഉം പേപ്പർ 2 കൂടി എഴുതുന്നുണ്ട് കേട്ടോ. എന്നാൽ പേപ്പർ 1 മാത്രം എഴുതുന്നുള്ളെങ്കിൽ അയാളുടെ ഫീസ് 1000 ആണ്. മെയിലിന്. ഫീമെയിലാണെങ്കിൽ 600 ആണ്. എന്നാൽ OBC കാറ്റഗറിയിൽ ഇത് OBC-യിലും ജനറലും ഒക്കെ സെയിം ആണ്. പേപ്പർ 1-ഉം പേപ്പർ 2 ഒരുമിച്ച് എഴുതുന്ന ആൾക്ക് 2000. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഫീസ് 1000 ആണ്. ഡിഫറൻസ് ഉണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് ഗൂഗിൾ ഫോമിൽ. അയാൻ, ഈസ് ജോസ എ റിക്രൂട്ട്മെന്റ് പ്രോസസ് ബേസ്ഡ് ഓൺ JEE സ്കോർ ഓർ വി നീഡ് ടു രജിസ്റ്റർ ഫോർ ജോസ? ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. JEE മെയിൻ റിസൾട്ട് വന്നതിന് ശേഷം ജോസയിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. കാരണം ജോസ അല്ലാതെയും അഡ്മിഷൻ നടക്കുന്ന പ്രോസസ് ഉണ്ട്. സോ വി ഷുഡ് രജിസ്റ്റർ സെപ്പറേറ്റ്ലി വെൻ ദ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കം ഫോർ ജോസ. So based on our JEE main, this allotment process will take place. So for example, we have JEE main score. We don't want to apply for JOSA. We have some other options also. For example, I mentioned Fire College, Nagpur Fire College. I can apply. It's not required. It's not required to register for JOSA. So it's also possible. But in order to get admission to NITs and IITs and even IITs, we should register for JOSA. ഓക്കെ, താങ്ക്സ്. അടുത്തൊരു ചോദ്യം ആയിഷ സ്തിനീന. ആളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിച്ചത്. ഒന്ന് വോയിസ്. സർ ഗുഡ് മോർണിംഗ്. Good morning. ഞാൻ ആക്ച്വലി JEE 2026 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. അതായത് ഇപ്പൊ +1 പഠിക്കുന്നത്. പാർട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതായത് അലോങ് വിത്ത് +1 +2 JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ സ്റ്റഡീസ് JEEക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഓർ എങ്ങനെയാണ് ഓരോ ടോപ്പിക് NCERT നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ, ആൻസർ ചെയ്യട്ടെ. സാധാരണഗതിയിൽ ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ് JEE മെയിൻ എക്സാമിന് അലോങ് വിത്ത് നമ്മുടെ ബോർഡ് എക്സാമിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യണം, അതല്ല ബോർഡ് എക്സാമിന്റെ ശേഷം സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ചോദ്യം. പലപ്പോഴും നമ്മൾ JEE മെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സെലിബ്രേറ്റഡ് ആയ എക്സാം ആണ്. നേരത്തെ പറഞ്ഞ പോലെ JEE മെയിൻ്റെ റിസൾട്ട്സ് പരിശോധിക്കും. മുൻകാലങ്ങളിൽ റിസൾട്ട് പരിശോധിക്കും. മികച്ച റാങ്ക് വാങ്ങിയ ആളുകൾ, ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ആൾ, ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം ആർ പാർട്ട് ഓഫ് ദ റെഗുലർ കോഴ്സ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ JEE മെയിൻ എക്സാം എഴുതി അവർ സ്കോർ നേടിയ ആളുകളാണ്, റാങ്ക് നേടിയ ആളുകളാണ്. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇയാള് അക്കാഡമിക്കലി നമുക്ക് ബോർഡ് എക്സാമിന് കോംപ്രമൈസ് ചെയ്യാതെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രിപ്പയർ അലോങ് വിത്ത് ദിസ്. ഓഫ് കോഴ്സ് ദ വേ ഈസ് ഡിഫറെന്റ്, ദ ലേണിംഗ് സ്റ്റൈൽ ഈസ് ഡിഫറെന്റ്, പ്രിപ്പറേഷൻ മെത്തഡോളജി ഈസ് ഡിഫറെന്റ്. So what I am suggesting, you just try to get as much as possible model exams. So I believe you already registered for the integrated course. നാട്ടിലാണോ ഉള്ള ആള്? എവിടെയാണ്? അതെ.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങളുടെ ബോർഡ് എക്സാം വെൽ ഇൻ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്ത് ബോർഡ് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻ ആദ്യമേ നടത്തി. ബോർഡ് എക്സാമിന്റെ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ഇയർ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകന് ആള് ജെഇ നല്ല മാർക്ക് വാങ്ങിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് ബോർഡ് എക്സാമിന് 75% മാർക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. ആൻഡ് ഈ കുഡിൻ മേക്ക് ഇറ്റ് അപ്പ്. അത് വളരെ ഒരു ട്രാജിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ദാസ സ്കീമിലൊക്കെ കഴിഞ്ഞ വർഷമാണ് ഈ മാർക്കിന്റെ നിബന്ധന ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയത്. ലാസ്റ്റ് ഇയർ 65% ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബോർഡ് എക്സാം നല്ല മാർക്ക് വാങ്ങാൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾ മോഡൽ എക്സാംസ് പരമാവധി ചെയ്യുക. മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളെ ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങിന്റെ ഭാഗമായി മോഡൽ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചു പോകുന്നതിന് പകരം ഓഫ് കോഴ്സ് ദിസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫൈറ്റ് വിത്ത് ടൈം. നമ്മൾ സമയവുമായി മല്ലിടുന്ന ഒരു പരിപാടിയാണ്. ഒരു പക്ഷേ നമുക്ക് 5 hours ഒക്കെ കിട്ടിയാൽ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബട്ട് ഇറ്റ് വിൽ നോട്ട് മേക്ക് തിങ്സ് പോസിബിൾ. അത് എന്ത് ചെയ്യണം? നമ്മൾ അതിന് കൃത്യമായ ടൈമിംഗ് ഉപയോഗിച്ച് ഈ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുന്ന പറ്റുന്ന വിധത്തിൽ പരമാവധി മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഒരു സ്ട്രാറ്റജിയായി എനിക്ക് പറയാനുള്ളത്. ഈ മോഡൽ എക്സാംസ് ആർ അവൈലബിൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ലോട്ട്സ് ഓഫ് എക്സാംസ് ആർ അവൈലബിൾ. അതുകൊണ്ട് ഓൺലൈൻ എക്സാമുകൾ തന്നെ ഏതെങ്കിലും സെന്ററുമായിട്ട് സഹകരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഐ ക്യാൻ റെക്കമെൻഡ് ആൻഡ് അഡ്വൈസ്. Okay, sir. Thank you, sir. Thank you so much. നമുക്ക് വേറെയും കരിയർമാരുണ്ട്. അൻവർ സാറും സക്കറിയ സാറും എല്ലാം അവിടെ ഉണ്ട്. നാസർ മാഷ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാനോട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ശ്രദ്ധിക്കുന്നുണ്ട് ഫിറോസ് ഭായ്. താങ്ക് യു സർ. So if you don't have any other question, can we wind it up, sir? Sir? Or any other question? സർ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് നിലവിൽ വന്നത്. അവസാനിപ്പിക്കാൻ തോന്നുന്നു. Okay. If there is another question, please come forward or you can post in the chat box. അല്ല സാർ, ഈ ജോസിന്റെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേറെ ഒരു ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്താണ് പറഞ്ഞത്? സിസാബ് എന്നാണ് അതിന്റെ പേര്. അത് പലപ്പോഴും സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. സിസാബ് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ജോസിന് സീറ്റ് കിട്ടാത്തവർക്ക് പലപ്പോഴും അതിലൊക്കെ കിട്ടാറുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കണം. പലപ്പോഴും ജോസ് കഴിഞ്ഞ ആളുകൾ ബോധവാന്മാരാവാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കാം. സിസാബ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ്. അല്ല, അത് ഇതൊക്കെ ഉണ്ട് അല്ലേ, മറ്റേ NCL ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാല്ലേ? ചെയ്യാൻ പറ്റും. NIT കാറ്റഗറിയിലേക്കാണ് കാര്യമായിട്ട് അത്. NITയിലേക്ക് അഡ്മിഷൻ സിസാബ് വഴി കുറെ കുട്ടികൾ എടുക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ വരും. പിന്നെ 10 മണിയായിരുന്നു. എന്താ? ഓക്കെ സർ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബാക്കി ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ കോഴിക്കോടും മലപ്പുറത്തുള്ള ഓഫീസുകളിൽ നമ്മൾ എല്ലാ ദിവസവും കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കരിയർ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ വന്നാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കും. വിശദമായ കൗൺസിലിങ്ങും അവിടുന്ന് ലഭിക്കും. തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഫ്രീ ആയി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഡ്മിനുമായിട്ടൊക്കെ വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മോട് സംബന്ധിച്ച സിജി റിസോഴ്സ് പേഴ്സണും കോളമിസ്റ്റുമായിട്ടുള്ള ഫിറോസ് സാറിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കരിയർ കൗൺസിലേഴ്സിനും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ. ഓക്കെ, വെൽക്കം.